Um, Greetings to you all in the precious name of our Lord and Savior Jesus Christ. The book of James is actually a book written in a very difficult circumstance. ഒരു ബുദ്ധിമുട്ടായ ഒരു സാഹചര്യത്തിൽ സഭ കടന്നപ്പം എഴുതിയ ഒരു ലേഖനമാണ് യാക്കോബിന്റെ ലേഖനം. അതുപോലെ ഒരു ബുദ്ധിമുട്ടിലാണ് ഞാനും ഇപ്പൊ കടന്നു പോകുന്നത്. ഗോട്ട്ലി മാത്യു അങ്കിൾ ഉടനെ എത്തുന്നതാണ്. അത്രയും സമയം നമ്മൾ മംഗ്ലീഷിൽ തുടരാം. ഓൺലൈനിലും ഓൾമോസ്റ്റ് 40 പേരുണ്ട്. ഇവിടെയും കുറച്ചു പേർക്ക് ഈ ബുദ്ധിമുട്ടിക്കൊണ്ട് വരാൻ പറ്റിയില്ല. ദൈവത്തിന് പ്രൈസ് ചെയ്യുന്നു. പല പുസ്തകങ്ങൾ എടുക്കണം എന്ന് വെച്ച് മനസ്സിൽ വന്നു, ചിന്ത വന്നു. എന്നോട് മാത്രമല്ല ഈ പുസ്തകം എടുക്കാൻ പറഞ്ഞത് ബൈബിൾ ക്ലാസ്സും എന്നോടും അജോ ടോബിയും ഞങ്ങൾ ഒരുമിച്ച് എടുക്കാനാണ് വിചാരിച്ചത്. പക്ഷെ ഇവര് ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് ഞാൻ ഇതൊന്ന് തുടക്കം വെച്ച് പോവാന്നാണ് ഇപ്പം മനസ്സിൽ ചിന്തിക്കുന്നത്. യാക്കോബിന്റെ ലേഖനത്തിൽ ഇന്നൊരു ഓവർവ്യൂ മാത്രം തരാൻ വേണ്ടിയാണ് ഇന്ന് ദൈവത്തിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നത്. The book of James, in the name James itself, is very different in the English and you see in the Malayalam. മലയാളത്തിൽ നമുക്ക് കാണാം യാക്കോബ് എന്നാണ് വിളിക്കുന്നത്. അതിനൊരു കാരണമുണ്ട്. ഇംഗ്ലീഷിൽ നമ്മൾ ജെയിംസ് എന്ന് പറയും, പക്ഷെ അതിന്റെ യഥാർത്ഥമുള്ള പേര് എന്താണെന്ന് കാണാം. ഹീബ്രുവില് അതിന്റെ യാക്കോവ് എന്നാണ് ആ പേര് അറിയുന്നത്. ഗ്രീക്കില് ഇക്കാബോസ് എന്നും ലാറ്റിനിലെ ഇക്കാമോസ് എന്നാണ് ആക്ച്വലി ഈ പേര് അറിയപ്പെടുന്നത്. പിന്നീട് അങ്ങനെയാണ് ഒറിജിനൽ മാൻസ്ക്രിപ്റ്റിൽ അത് എഴുതി വന്നത്, അങ്ങനെയാണ് മാൻസ്ക്രിപ്റ്റിൽ വന്നത്. പിന്നെ വന്ന ട്രാൻസ്ലേഷനിൽ ഫ്രഞ്ച് വന്ന ട്രാൻസ്ലേഷൻ ജെയിംസ് എന്ന് വന്നതും അതിന്റെ ശേഷം ഇംഗ്ലീഷിൽ വന്നപ്പം അതിൽ നിന്ന് അഡോപ്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ജെയിംസ് എന്നാണ്. പക്ഷെ ഒറിജിനൽ കോണ്ടെക്സ്റ്റിൽ നോക്കുവാണെങ്കിൽ യാക്കോബ്, അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ പറയുമ്പോൾ ജെയിംസ് അല്ലെങ്കിൽ മലയാളത്തിൽ പറയുമ്പോൾ യാക്കോബ് എന്നാണ് ഒറിജിനൽ കോണ്ടെക്സ്റ്റിൽ പേര് വന്നിരിക്കുന്നത്. അതിലേക്ക് നമുക്ക് പിന്നീട് ഓദറിന്റെയും കാര്യങ്ങൾക്ക് നമുക്ക് പിന്നീട് അതിലോട്ട് വരാം. ഓദറിന്റെ കാര്യത്തിൽ വരുമ്പം യാക്കോബ് എന്നുള്ള പേര്, യാക്കോബ് എന്നുള്ളൊരു കോമൺ നെയിം ആയിരുന്നു. ഇപ്പൊ യാക്കോബ് എന്നുള്ള പേര് പലർക്കും ആ പേര് ഉണ്ടായിരുന്നു. അതിലേറ്റവും ഫേമസ് ആയിട്ടിരുന്ന ഒരാളാണ് നമുക്കറിയാം പീറ്റർ, ജെയിംസ്, ജോൺ. ആ ശിഷ്യരിൽ 3 പേരായ പീറ്റർ, ജെയിംസ്, ജോൺ 3 പേർക്കാണ് ആ പേരുണ്ടായിരുന്നത്. ജെയിംസ് എന്ന് പറഞ്ഞാൽ സൺ ഓഫ് സെബദി ആയിരുന്നു. ആ ജെയിംസ് AD 44 മാർട്ടിയറായിട്ട് മരിക്കുന്നത്. സ്കോളേഴ്സ് പറയുന്നത് ഇത് അതിന് ശേഷം എഴുതിയ ബുക്കാണ്. അതുകൊണ്ട് ആ ജെയിംസ് സൺ ഓഫ് സെബദി ആ ബുക്ക് എഴുതാനുള്ള സാധ്യത വളരെ കുറവാണെന്നാണ് പറയപ്പെടുന്നത്. രണ്ടാമത്തെ ജെയിംസ് ആണ് അഗൈൻ ജീസസിന്റെ വൺ ഓഫ് ദി ഡിസൈപ്പിൾസ് ആണ്, സൺ ഓഫ് ആൽഫിയസ്, അല്ലെങ്കിൽ ലെസർ ജെയിംസ് എന്ന് പറഞ്ഞിട്ട് ജെയിംസ് ദി ലെസ് എന്ന് പറയും ഇംഗ്ലീഷിൽ. ആ ജെയിംസിനെ പറ്റി ഒത്തിരി ഇൻഫർമേഷൻസ് ഒന്നും കാണുന്നില്ല. അതുകൊണ്ട് ആ ജെയിംസ് ഒരിക്കലും ആവാൻ ചാൻസ് ഇല്ലെന്നാണ് പൊതുവെ പറയുന്നത്. പിന്നെ അടുത്ത ജെയിംസ് ആണ് ജെയിംസ് ദ ഫാദർ ഓഫ് ജൂഡസ് എന്ന് പറഞ്ഞിട്ടൊരു ജെയിംസ് ഉണ്ടായിരുന്നു. ഇസ്കറിയോത്ത് യൂദാവല്ല, മൂന്നാമത്തെ ഒരു ജെയിംസ് ഉണ്ടായിരുന്നു. ആ ജെയിംസിനെ പറ്റി പറയുമ്പോഴും പ്രത്യേകിച്ചൊന്നും ആ ജെയിംസിനെ പറ്റി ഇല്ലാത്തതുകൊണ്ട് ആ ജെയിംസും അല്ലെന്നാണ് പൊതുവെ അറിയപ്പെടുന്നത്. ഇതില് 4ാമത്തെ ജെയിംസ് ആണ് ജെയിംസ് ദ ഹാഫ് ബ്രദർ ഓഫ് ജീസസ്. ഓക്കെ, ആ ജെയിംസ് ആണ് ഈ ലേഖനം എഴുതിയെന്നാണ് പൊതുവെ ആൾക്കാര് വിശ്വസിക്കുന്നത്. ആ ജെയിംസിനെ പറ്റി നമുക്ക് പല ഇതിൽ കാണാം. ആക്സിലും ജെയിംസിലും പല ഇതില് ഈ ജെയിംസിനെ പറ്റി നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ പറ്റും. നമ്മൾ പറഞ്ഞു, we were talking about who is the author of the book of James. യാക്കോബിന്റെ ലേഖനം എഴുതിയത് ആരാണ് എന്ന വിഷയമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. We were looking at mainly 4 James
who was predominantly mentioned in the New Testament. പുതിയ നിയമത്തിൽ 4 പ്രത്യേകമായ വ്യക്തികൾ ജെയിംസ് യാക്കോബ് എന്ന പേരിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And then we came to say that James, who was the half brother of Jesus, is most likely who have written this epistle of James. ഈ ലേഖനം എഴുതിയത് നമ്മൾ വിശ്വസിക്കുന്നത് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹാഫ് ബ്രദർ ആണ് എന്നാണ് നാം വിശ്വസിക്കുന്നത്. We also said in the beginning that the original name, the name James, is actually Jacob, but in the English translation is mentioned as James. വാസ്തവത്തിൽ യാക്കോബ് എന്നാണ് ഈ യാക്കോബ് നമ്മൾ മലയാളത്തിൽ പറയുന്നത്, അത് തന്നെയാണ് ശരിയായ പദം. അത് ഇംഗ്ലീഷീകരിച്ചപ്പോഴാണ് ജെയിംസ് എന്ന് വന്നത്. The name Jacob is actually the grandfather of this particular James, as who's written this book. ഈ പുസ്തകം എഴുതിയ യാക്കോബിന്റെ ജെയിംസിന്റെ വല്യപ്പച്ചനാണ് വാസ്തവത്തിൽ യാക്കോബ്, meaning the father of Joseph. യോസേഫിന്റെ പിതാവ്. We see that in Matthew chapter 1. അത് മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. And definitely Abraham, Isaac, and Jacob is a predominant name. So it is a common name that was given to many, and that is the name that was used for Jesus' brother James. അബ്രഹാം, ഇസഹാക്ക് അങ്ങനെയുള്ളതായിരിക്കുന്ന സാധാരണ ഒരു പേര് പോലെ തന്നെയാണ് ആ പേരാണ് കർത്താവായ യേശു ക്രിസ്തുവിന്റെ ഹാഫ് സഹോദരനായിരിക്കുന്ന ഈ യാക്കോബിന് പേരിട്ടത്. Coming to the background of this epistle, ഈ ലേഖനത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലേക്ക് പോയാൽ, as I said in the beginning, this is a time of persecution that was happening around the church. സഭയ്ക്ക് വലിയ പീഡനം അനുഭവിക്കുന്ന കാലഘട്ടമായിരുന്നു അത്. The conversion of James was around soon after Jesus resurrected. He appeared to James, and that is how he came to the faith. കർത്താവായ യേശു ക്രിസ്തു താൻ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം താൻ യാക്കോബിന് പ്രത്യക്ഷനായി. ആ സമയത്താണ് വാസ്തവത്തിൽ യാക്കോബ് കർത്താവിൽ വിശ്വസിക്കുവാനായിട്ട് ഇടയായത്. Within the first 2 years itself, we see the persecution and we see the martyr of Stephen, which is in the early years, in the first 2 years of after Jesus' resurrection. കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നതിന് ശേഷം ആദ്യത്തെ 1-2 വർഷത്തിനോടകം തന്നെ സ്തെഫാനോസ് താൻ മരിച്ചു പോകുന്നത്, തന്നെ കൊല്ലുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. Then we see, as we if you look in Acts chapter 8, we read that also in the first verse of this portion, James, we see the dispersion, or we see these people were scattered. നമ്മള് പ്രവർത്തന പുസ്തകം 8-ാം അധ്യായത്തിലും ഈ 1-ാം അധ്യായത്തിൽ യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായത്തിലും ചിതറിപ്പാർക്കുന്നതായിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. So then they went to Phoenicia, Cyprus, and Antioch, and other parts around Asia Minor. അവര് ഏഷ്യ മൈനറിലുള്ളതായിരിക്കുന്ന ഫൊയ്നീഷ്യ തുടങ്ങിയ സ്ഥലങ്ങളിൽ അവർ ചിതറിപ്പോകാനിടയായി. This is something around the time of around 35-37 AD. ഇത് ഒരുപക്ഷെ ക്രിസ്തു വർഷം 35-37 സംഭവിച്ചിരിക്കുന്നത്. Later we see that who was there in Jerusalem was only the apostles and the church leaders. They only remained back in Jerusalem. ആ പീഡനത്തിനുള്ള ബന്ധത്തിൽ വാസ്തവത്തിൽ അതിനുശേഷം യെരുശലേമിൽ അപ്പോസ്തലന്മാരും വളരെ കുറച്ച് വിശ്വാസികൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. So what happened to these scattered Jews? What happened to these scattered Jews who went to other places out of Jerusalem, out of Israel? What happened to them? ഈ ഇങ്ങനെ യെരുശലേമിലേന് വെളിയിൽ പോയതായിരിക്കുന്ന ആ വിശ്വാസികൾക്ക്, അവർക്ക് യഹൂദന്മാർക്ക് അവർക്ക് എന്ത് സംഭവിച്ചു എന്നുള്ളതാണ്. They were not able to associate with other Jews because they were following Judaism. Neither were they able to associate with other Gentiles. അവർക്ക് ഉള്ള പ്രശ്നം വാസ്തവത്തിൽ അവർ യഹൂദന്മാരിൽ നിന്ന് മാറിയതായതുകൊണ്ട് യഹൂദന്മാരോട് അവർക്ക് യോജിക്കുവാനായിട്ട് സാധ്യമാകുകയില്ല. അതേസമയം തന്നെ അവർക്ക് ജാതികളോടും അവർക്ക് ബന്ധം സ്ഥാപിക്കുവാനായിട്ട് സാധ്യമാകുമായിരുന്നില്ല. So we would call them the Messianic Christians or Messianic Jews. They were Jews in origin, but then they came to know the Christ. അതുകൊണ്ട് അവരെ മെസ്സിയാനിക് അഥവാ മശീഹ യഹൂദന്മാർ എന്ന് അവരെ വിളിച്ചിരുന്നു. So we find both the Jews and the Gentiles rejected them. അതുകൊണ്ട് ഇവരെ യഹൂദന്മാരും ജാതികളും ഇവരെ വെറുത്തിരുന്നു എന്നുള്ളതാണ്. So it came to a point wherein they had to live. They started facing poverty. They had start fights between them because they were not able to get along because money was a big factor. So these are a lot of problems that arose between them and within them. അതുകൊണ്ട് ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായത് മുഖാന്തരം അവർക്ക് വലിയ
വലിയ അവരുടെ സാമ്പത്തികമായി വലിയ ദാരിദ്ര്യം അവർക്ക് അനുഭവിച്ചു. അത് മുഖാന്തരം അവർ തമ്മിൽ തന്നെ പ്രശ്നങ്ങൾ ഉണ്ടാകുവാനായിട്ട് ഇടയായി. So then they began to trust on the wealthy for provision, for protection. And that is why James also writes about wealth, poverty, and all these related issues. അതുകൊണ്ട് അവർ ധനവാന്മാരെ അവർക്ക് ആശ്രയിക്കേണ്ടതായിട്ട് വന്നു. അതുകൊണ്ടാണ് യാക്കോബ് ഈ ലേഖനത്തിൽ ധനവാന്മാരെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നത്. Then what happened is good works became an option. Later, they understood good works were required as a Christian. But later on, when these issues became a big issue to them, good works became an option to them. അതുകൊണ്ട് നല്ലത് ചെയ്യുക എന്ന് പറയുന്നത് വാസ്തവത്തിൽ അവർക്ക് ആവശ്യമായിരുന്നു എന്ന് മനസ്സിലായെങ്കിലും പിന്നെ അവർക്ക് അത് കേവലം ഒരു സാധ്യത മാത്രമായി മാറി. So in this context is where James is writing that they needed wisdom. അതുകൊണ്ടാണ് യാക്കോബ് എഴുതിയത് അവർക്ക് പരിജ്ഞാനം ആവശ്യമുണ്ട്. They needed encouragement to put them back on track. അതുകൊണ്ട് തിരിച്ച് അവർ ശരിയായ വഴിയിൽ വരുവാനായിട്ട് അവർക്ക് എൻകറേജ്മെന്റ് ആവശ്യമുണ്ട്. Any of you recognize this picture? ആർക്കെങ്കിലും ഈ പടം മനസ്സിലായോ? Jewish synagogue. ഇത് യഹൂദ പള്ളിയാണ്, യഹൂദ ദേവാലയം. This is our Jewish synagogue in Mattancherry. മട്ടാഞ്ചേരിയിലുള്ള. ശരി. Why I said this, if you look into James chapter 2 verses 2, യാക്കോബിൻ ലേഖനം 2-ാം അധ്യായം 2-ാം വാക്യം, he mentions the assembly there. He mentions the word assembly. The verse chapter 2 verse. അവിടെ 2-ാം വാക്യത്തിൽ പള്ളിയിൽ എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. For in English it says, for if they should go to your assembly. Chapter 2 verse 2. അതെ, നിങ്ങളുടെ പള്ളിയിൽ എന്നാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് മലയാളത്തിൽ. Yeah. So there James uses the word not church, but he uses the word synagogue. അവിടെ സഭ എന്ന വാക്കല്ല യാക്കോബ് ഉപയോഗിച്ചിരിക്കുന്നത്, സിനഗോഗ് എന്ന വാക്കാണ്. Synagogue is meaning the house of prayer. സിനഗോഗ് എന്ന വാക്കിന്റെ അർത്ഥം പ്രാർത്ഥനാ സ്ഥലം എന്നാണ്. How did the synagogue come into place? എങ്ങനെയാണ് സിനഗോഗ് വന്നത്? The children of Israel were taken into captivity into Babylon. യഹൂദന്മാരെ, ഇസ്രായേൽ മക്കളെ അടിമകളായിട്ട് ബാബിലോണിനെ കൊണ്ടുപോയി. The temple was destroyed. They could not worship there. The temple was destroyed. They were in captivity in Babylon. അവര് ആ സമയത്ത് അടിമകളായി ബാബിലോണിലാണ്. അവർക്ക് ദേവാലയമില്ല, ദേവാലയത്തിൽ ആരാധനയും സാധ്യമാകുകയില്ല. So there they worshipped actually in homes. അതുകൊണ്ട് അവർ ഭവനങ്ങളിലായിരുന്നു അവർ ആരാധിച്ചുകൊണ്ടിരുന്നത്. And after the 70 years of captivity, they came back and we see the rebuilding of the temple. അവര് 70 വർഷത്തിന് ശേഷം അവർ തിരിച്ച് യെരുശലേമിലേക്ക്, പലസ്തീനിലേക്ക് വന്നു. അവര് ദേവാലയം നിർമ്മാണം ചെയ്തു. So after coming back, they were earlier gathering in homes. After coming back, they set up synagogues in different places. അവര് തിരിച്ചു വന്നു കഴിഞ്ഞപ്പോ ആദ്യം അവർ ഭവനങ്ങളിലായിരുന്നു. എന്നാൽ തിരിച്ചു വന്നപ്പോ അവര് ചെറിയ ചെറിയ പള്ളികൾ, സിനഗോഗുകൾ അതാത് സ്ഥലങ്ങളിൽ അവർ സ്ഥാപിച്ചു. The rule was you need to have 10 heads of the families to form one synagogue. അവരുടെ നിയമം എന്താണെന്ന് ചോദിച്ചാൽ ഏതെങ്കിലും 10 കുടുംബങ്ങളുടെ തലവന്മാരുണ്ടെങ്കിൽ, അത് 10 കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അവർക്ക് ഒരു സിനഗോഗ് അവിടെ സാധ്യമാണ്. We see that Jesus is using the synagogue as a place to teach the Bible. അത് കർത്താവായ യേശുക്രിസ്തു അങ്ങനെയുള്ള ചെറിയ പള്ളികളിലാണ് ദൈവവചനം പഠിപ്പിക്കുവാനായിട്ട് തിരഞ്ഞെടുത്തത്. We see that even Paul is using that in the Antioch church. He uses that on Saturday. He goes to the Antioch church, and the church, the synagogue asks him, is there any word of encouragement from you? And there he uses that opportunity to talk about the word of God. ഈ അപ്പോസ്തലനായ പൗലോസ് താൻ അന്ത്യോക്യയിലായിരുന്നപ്പോ അവിടെ സിനഗോഗിൽ ചെന്നു. അവർ ചോദിച്ചു, നിനക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ എന്ന് ചോദിച്ചു. താൻ അവിടെ ആ സന്ദർഭം ദൈവവചനം ഘോഷിക്കുവാനായിട്ട് പൗലോസ് ഉപയോഗിച്ചു. If you see the order of service that happens in a synagogue, അങ്ങനെയുള്ളതായിരിക്കുന്ന ചെറിയ പള്ളികളിൽ അവിടെ നടക്കുന്നതായിരിക്കുന്ന ആരാധനാ ക്രമം നോക്കിയാൽ it is actually quite similar to our service in our own churches. നമ്മുടെ സഭകളിൽ ഉള്ളതായിരിക്കുന്ന രീതിയിൽ ഉള്ളതായിരിക്കുന്ന ക്രമമാണ് അവരും തുടർന്നുകൊണ്ടിരിക്കുന്നത്. So I asked my Jewish friends whom I have, so I asked them, how is the order of service? എന്റെ യഹൂദ സ്നേഹിതന്മാരോട് എങ്ങനെയാണ് നിങ്ങളുടെ ആരാധനാ ക്രമം എന്ന് ഞാൻ ചോദിക്കാനിടയായി. So they start with there's an announcement.
അവർക്കൊരു അനൗൺസ്മെന്റ് ഉണ്ടാവും, then there's a prayer, ഒരു പ്രാർത്ഥന ഉണ്ടാവും, then after that they sing songs. അത് കഴിഞ്ഞ് അവർ പാട്ടുപാടും. After songs, the rabbi or one of the senior person brings a scroll, goes up, it's in the box, they go and get the scroll and open it up. അത് കഴിഞ്ഞിട്ട് അതിലുള്ളതായിരിക്കുന്ന ഒന്ന് റബ്ബിയോ അല്ലെങ്കിൽ ആരെങ്കിലും അവിടെ മുമ്പിൽ ചെന്ന് ആ ഒരു പെട്ടി തുറന്ന് അവിടെ നിന്ന് ആ ചുരുൾ എടുക്കും. They read he reads the scroll. ആ ചുരുള് അവര് തുറന്നത് വായിക്കും. He explains about it. അതിനെക്കുറിച്ച് താൻ അവരെ വിവരിച്ചു കൊടുക്കും. Then he scrolls it back, keeps it back and keeps it back in the box. അത് കഴിഞ്ഞിട്ട് ആ ചുരുള് മടക്കി ആ പെട്ടിക്കകത്ത് വെക്കും. And even when he goes with the scroll, people touch the scroll or try to kiss the scroll, and that's how they revered the word of God, how they revered the Torah. അതുകൊണ്ട് ആ ചുരുളിനെ ചില ആൾക്കാർ അതിനെ ചുംബിക്കും, ചില ആൾക്കാർ അതിനെ തൊടും. അങ്ങനെയൊക്കെയാണ് ആ ചുരുളിനെ അഥവാ ദൈവവചനത്തെ അവർ ബഹുമാനിക്കുന്നത്. And then they have an announcement and prayer and they close. അത് കഴിഞ്ഞിട്ട് അവർക്ക് അനൗൺസ്മെന്റ് ഉണ്ട്, പ്രാർത്ഥനയുണ്ട്. അത് കഴിഞ്ഞ് ആ മീറ്റിംഗ് അവസാനിപ്പിക്കും. So if you see our tradition of synagogue, the traditional order of service is actually taken from what was done in the early synagogues in that time. അവിടെയുള്ളതായിരിക്കുന്ന വാസ്തവ യഹൂദ സിനഗോഗുകളിൽ പള്ളികളിൽ ഉള്ള ആരാധനാക്രമം ഒരർത്ഥത്തിൽ നമ്മളും അത് അനുകരിക്കുകയാണ് ഉണ്ടായത്. And another thing I noted, they said when they sing, there's no instruments during worship. There's no instruments there. It's just they sing. അവരെ ആരാധിക്കുമ്പോൾ യാതൊരു സംഗീത ഉപകരണങ്ങളും അവർ ഉപയോഗിക്കുകയില്ല. Yeah. So why I said the word synagogue is because this was written in a time period which was early in the church history. എന്തുകൊണ്ടാണ് ഞാൻ സിനഗോഗ് അഥവാ പള്ളിയെ കുറിച്ച് പറഞ്ഞതെന്ന് ചോദിച്ചാൽ, ഈ ലേഖനം എഴുതിയത് ദൈവസഭയുടെ ആ പ്രത്യേകമായിരിക്കുന്ന ആദിമ കാലഘട്ടത്തിലാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. So this was a place where the words of encouragement were going to, and most likely this epistle of James was given to these different house churches, different synagogues which were there and spread out at different places. ഇതെല്ലാവരെയും പ്രോത്സാഹിപ്പിക്കാനായിട്ട് ഒരുപക്ഷെ അവിടെയുള്ളതായിരിക്കുന്ന ചെറിയ ചെറിയ വീടുകളിലെ കൂട്ടങ്ങൾക്ക് വേണ്ടിയായിരിക്കാം ഒരുപക്ഷെ ഈ യാക്കോബ് ഈ ലേഖനം എഴുതിയത്. Moving on to the timeline on what are the events and what is probably time when this was written. ഇത് എഴുതപ്പെട്ടതായിരിക്കുന്ന സമയക്രമത്തെ കുറിച്ച് ചിന്തിച്ചാൽ, we know that James, the half brother of Jesus, was, they said in according historians say that he was killed around AD 62. വാസ്തവത്തിൽ ചരിത്രകാരന്മാർ പറയുന്നത് യാക്കോബ് ക്രിസ്തുവർഷം 62 അടുത്ത് താൻ കൊല്ലപ്പെട്ടു എന്നാണ്. This is written by Josephus. Josephus is not a believer, but he's a Jewish historian. യഹൂദ ഗ്രന്ഥകർത്താവായ ചരിത്രകാരനായ യോസഫസ് ആണ് വാസ്തവത്തിൽ ഇതിങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. Later we find that James the Greater, or the three, Peter, James and John, the son of Zebedee, he was killed in the year AD 44. ഏതാണ്ട് 44 യാക്കോബ്, കർത്താവിന്റെ ശിഷ്യന്മാരിൽ പ്രധാനിയായിരിക്കുന്ന യാക്കോബ് താൻ കൊല്ലപ്പെടുവാനായിട്ടിടയായി. We saw about dispersion, which diaspora, another word, it happened around 35 to 37 AD. 35-37 ഈ ചെതറിപ്പോകുന്നതായിരിക്കുന്ന അവസ്ഥ വാസ്തവത്തിൽ അവർക്കുണ്ടായത്. Another major event you see in the book of Acts chapter 15 is the Jerusalem Council. പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ അവിടെ യെരുശലേം സഭ, യെരുശലേം കൗൺസിൽ, ആലോചന സഭ അവിടെ കൂടുന്നതിനെ കുറിച്ച് രേഖപ്പെടുത്തിയിരിക്കുന്നു. That is around 49 to 50 AD. അത് ഏതാണ്ട് ക്രിസ്തുവർഷം 49-50 സംഭവിക്കുന്നത്. So most likely this was written between that time period 45 to 48 AD. ഒരുപക്ഷെ ഈ ലേഖനം എഴുതിയത് AD 45-നും 48-നും ഇടയിലാവാനുള്ള സാധ്യതയുണ്ട്. This is also a time wherein actually there was, I said, there was persecution there. They had a lot of famine and other issues also during that time. ഈ സമയത്തിന്റെ പ്രത്യേകത, അവർക്ക് വലിയ പീഡനമുണ്ടായിരുന്നു, വലിയ ദാരിദ്ര്യം, അവരുടെ ക്ഷാമം ഉണ്ടായിരുന്നു. If you read in Acts chapter 11 verses 27 to 30, പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 27-30 വരെ വായിച്ചാൽ, it says that it was prophesied from Jerusalem to tell to Antioch that this prophet called Agabus prophesied that there would be a famine which would be across
the world that would happen. അഗബോസ് എന്ന് പറയുന്നതായിരിക്കുന്ന ആ ആ ആ പ്രവാചകൻ ലോകമെമ്പാടും നടക്കുവാൻ പോകുന്നതായിരിക്കും വലിയ ക്ഷാമത്തെ കുറിച്ച് താൻ പ്രവചിക്കുകയുണ്ടായി. So that was how it was not just the persecution from outside, it was also an economical situation during that time where things were not going, which was across a global phenomenon during അത് വാസ്തവത്തിൽ അവർക്ക് ഉണ്ടായതായിരിക്കുന്ന പീഡനം മാത്രമല്ല, അവർക്ക് സാമ്പത്തികമായി വലിയ ക്ഷാമം, വലിയ പ്രശ്നം അവർക്ക് ഈ വിശുദ്ധന്മാർക്ക് ഉണ്ടാകുവാനായിട്ടിടയായി. Few things about this book. ഈ പുസ്തകത്തെ കുറിച്ച് ചില കാര്യങ്ങൾ പറഞ്ഞാൽ, It is called as a general epistle. ഇത് ഒരു General epistle. ഇതൊരു ജനറൽ ലേഖനമായിട്ട് നമുക്ക് കാണാൻ കഴിയും. If you look at the epistles written by Paul, these were mostly addressed to specific churches in regard to specific issues. അപ്പോസ്തലൻ പൗലോസിന്റെ ലേഖനങ്ങൾ നമ്മൾ നോക്കിയാൽ ഏതെങ്കിലും പ്രത്യേകമായിരിക്കുന്ന സഭയ്ക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു പ്രത്യേക പ്രശ്നത്തോടുള്ള ബന്ധത്തിലാണ് താൻ ലേഖനം എഴുതിയത്. But if you look at the first and second Peter, Hebrews, Revelation, and James, all these were general epistles. എന്നാൽ എബ്രായ ലേഖനം, പത്രോസിന്റെ ലേഖനം, യാക്കോബിന്റെ ലേഖനം ഇതൊക്കെ ജനറൽ ആയിട്ട് രേഖപ്പെടുത്തിയതായ ലേഖനങ്ങളാണ്. Even here we said that it is mentioned to the scattered 12 tribes of Israel, but it generally means everyone else out there. എന്ന് ഇവിടെ നാം വായിക്കും ചിതറിപ്പാർക്കുന്ന 12 ഗോത്രങ്ങൾക്കും എന്ന് വായിക്കുന്നുണ്ടെങ്കിലും ഇത് എല്ലാവർക്കുമായിട്ട് രേഖപ്പെടുത്തിയതായിരിക്കുന്ന ഒരു ലേഖനമാണ്. This is one of the first, as we saw, the time is around 45 to 48 AD. This is one of the first books written in the New Testament. പുതിയ നിയമത്തിൽ ആദ്യം രേഖപ്പെടുത്തിയതായിരിക്കുന്ന പുസ്തകമാണ് യാക്കോബിന്റെ ലേഖനം എന്ന് വിചാരിക്കുന്നു. But one of the last to be added to the canonical books or to the Bible as a whole. എന്നാൽ ദൈവശാസ്ത്രീയമായി അംഗീകരിച്ച് ഏറ്റവും അവസാനം നമ്മുടെ ഈ വേദപുസ്തകത്തോട് ചേർത്തതാണ് ഈ ലേഖനം. There were seemingly or certain things which the early church felt there was something which was against Paul's teachings. We'll come into that, but generally it was very late that the church accepted this as part of the Bible. പൗലോസിന്റെ ലേഖനങ്ങൾക്ക് അല്പം വ്യത്യസ്തമായിട്ട് നമുക്ക് ഒരു പക്ഷേ ഈ ലേഖനത്തിൽ ഉണ്ട് എന്ന് തോന്നുവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വാസ്തവത്തിൽ ഈ ലേഖനം വളരെ അവസാനമാണ് അംഗീകരിക്കപ്പെട്ട് ദൈവവചനത്തിന്റെ ഭാഗമായിട്ട് അംഗീകരിക്കപ്പെട്ടത്. This is called as the Proverbs of the New Testament. പുതിയ നിയമത്തിലെ സുഭാഷിതം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. This has a lot of literature in regard to wisdom and advice. നമുക്ക് ആവശ്യമായിരിക്കുന്ന ജ്ഞാനത്തെക്കുറിച്ച് പരിജ്ഞാനത്തെക്കുറിച്ചുള്ളതായിരിക്കും ധാരാളം കാര്യങ്ങൾ ഈ പുസ്തകത്തിൽ കാണുവാനായിട്ട് സാധിക്കും. There's a lot of short one-liners. I like a lot of one-liners. There's a lot of short one-liners in the entire book. ഈ പുസ്തകത്തിൽ ഒറ്റ വരിയിലുള്ളതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. There are a lot of metaphors and things that you can easily remember where it's connected to a lot of things in the epistle. അനേക സാമ്യങ്ങൾ നമുക്ക് ഈ പുസ്തകത്തിൽ കാണുവാൻ കഴിയും. അങ്ങനെ നമുക്ക് കാര്യങ്ങളെ മനസ്സിലാക്കി ഓർക്കുവാനായിട്ട് സാധിക്കും. All the statements of James is direct. It is not with subordinate clause. ഈ ലേഖനങ്ങൾ നമുക്ക് കാണുന്നതായിരിക്കുന്ന യാക്കോബ് എല്ലാം കൃത്യമായി നേരെയാണ് അവർക്ക് എഴുതുന്നത്. What do you mean by subordinate clause? എന്താണ് സബോർഡിനേറ്റ് ക്ലോസ് എന്ന് വെച്ചാൽ? If I tell my son go to sleep, that is a direct statement. എന്റെ മകനോട് പോയി ഉറങ്ങാൻ പറഞ്ഞാൽ അത് ഞാൻ അവനോട് പറയുന്നതായിരിക്കുന്ന ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആണ്. But if I tell my son go to sleep now, otherwise you will be late to get up in the morning, there is a subordinate clause. എന്നാൽ നീ ഇപ്പൊ പോയി ഉറങ്ങുക അല്ലെങ്കിൽ നീ രാവിലെ ഉണരാൻ താമസിക്കും എന്ന് പറയുന്നത് അത് വേണമെങ്കിൽ നമുക്ക് സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് നമുക്ക് വേണമെങ്കിൽ ചിന്തിക്കാൻ കഴിയും. He has a very classic and eloquent way of presenting things. വളരെ പ്രത്യേകമായ രീതിയിൽ വളരെ ഭംഗിയായിട്ട് കാര്യങ്ങളെ അവതരിപ്പിക്കാനുള്ള കഴിവ് യാക്കോബിനുണ്ടായിരുന്നു. The style of writing after you see the book of Hebrews, it's one of the most classic and most eloquent book in the New Testament. എബ്രായ ലേഖനം കഴിഞ്ഞാൽ വളരെ വിശദമായി ഭംഗിയായി രേഖപ്പെടുത്തിയിരിക്കുന്ന ഒരു പുസ്തകമാണ് യാക്കോബിന്റെ പുസ്തകം. You will see almost half of the word, the commands are commands given. Out of the 108 verses, you'll find more than 54 imperatives. Imperatives means commands given in his epistle. ഈ പുസ്തകത്തിൽ 108 വാക്യങ്ങളാണുള്ളത്.
ഈ വാക്യങ്ങളിൽ 54 കൽപ്പനകൾ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. But there are some things which raises a question in our mind. എന്നാൽ ചില കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ ഒരുപക്ഷെ ചോദ്യങ്ങളായി ഉയർന്നു വന്നു എന്ന് വരാം. Because the word Jesus is mentioned only twice. കർത്താവ് അഥവാ യേശു എന്ന വാക്ക് 2 പ്രാവശ്യം മാത്രമേ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുള്ളൂ. Once it is mentioned in 1 verse 1 and second time is mentioned in 2 verses 1. 1-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലും 2-ാം അധ്യായത്തിൽ 1-ാം വാക്യത്തിലും മാത്രമേ നമുക്ക് യേശു ക്രിസ്തു എന്ന് കാണുവാൻ കഴിയുന്നുള്ളൂ. You find the word brethren mentioned 15 times. സഹോദരന്മാർ എന്ന വാക്ക് 15 പ്രാവശ്യം ഉപയോഗിച്ചിട്ടുണ്ട്. Things, nature, how he compares certain things when he gives an examples. That's mentioned around 30 times. കാര്യങ്ങൾ അതുപോലെ നേച്ചറിനെ കുറിച്ച് 30 പ്രാവശ്യം രേഖപ്പെടുത്തിയിട്ടുണ്ട്. Nature. But there's no mention about the gospel, about the cross, about the Holy Spirit. None of these things actually no mention in the entire book. എന്നാൽ ഈ പുസ്തകത്തിൽ ക്രൂശിനെ കുറിച്ച് ഉയർത്തെഴുന്നേൽപ്പിനെ കുറിച്ച് അതുപോലെ പരിശുദ്ധാത്മാവിനെ കുറിച്ചൊന്നും രേഖപ്പെടുത്തിയിട്ടില്ല. So that is why there was a lot of criticism against the book of James. അതുകൊണ്ടാണ് ഈ യാക്കോബിന്റെ ലേഖനത്തെ കുറിച്ച് വളരെയധികം വിമർശനങ്ങൾ ഉള്ളത്. One statement made by Martin Luther was, this is an epistle of straw. ഇതിനെ കുറിച്ച് മാർട്ടിൻ ലൂതർ പറയുന്നത് ഇത് കേവലം വൈക്കോല് പോലുള്ളതായിരിക്കുന്ന ഒരു ലേഖനമാണ് എന്നാണ്. And when you read through also, you think that he was just throwing things here and there, without any order. He's saying something, then he goes to something else and comes back to same thing. So he also said that he's just throwing things here and there through the book. ഈ പുസ്തകം നമ്മൾ വായിച്ചാൽ ഒരു കാര്യം പറയും, പിന്നീട് വേറൊരു കാര്യം പറയും, പിന്നീട് വീണ്ടും ആദ്യത്തെ കാര്യത്തിലേക്ക് വരും. ഒരു അടുക്കും ചിട്ടയും ഇല്ലാതെയാണ് ഈ ലേഖനം എഴുതിയത് എന്ന് നമുക്ക് തോന്നുവാൻ സാധ്യതയുണ്ട്. So when Martin Luther had his Bible, he did his own translation, and when he put the books in order, he kept James, Hebrews, 1 Peter, 2 Peter, and Revelation towards the end. എന്നാൽ മാർട്ടിൻ ലൂതർ താൻ ഈ ബൈബിള് അടുക്കിയപ്പോ വാസ്തവത്തിൽ എബ്രായ ലേഖനം, അതുപോലെ തന്നെ യാക്കോബിന്റെ ലേഖനം, വെളിപ്പാട് പുസ്തകം ഇതെല്ലാം ഏറ്റവും അവസാനം താൻ അടുക്കി വെക്കുവാനിടയായി. But later on, Martin Luther itself gives another statement about the book of James. എന്നാൽ പിന്നീട് പിൽക്കാലത്ത് മാർട്ടിൻ ലൂതർ ഈ ലേഖനത്തെ കുറിച്ച് താൻ ഇങ്ങനെ പറയുകയുണ്ടായി. I just summarize that statement. He says that this is a book which is highly valuable and it does not expound about human doctrine, but rather gives an importance to God's law. താൻ പറഞ്ഞു ഇത് വളരെ വിലപ്പെട്ടതായിരിക്കുന്ന ഒരു പുസ്തകമാണ്. ഇവിടെ മാനുഷിക മൂല്യങ്ങളല്ല പറയുന്നത്, ദൈവത്തിന്റെ മൂല്യങ്ങളെ കുറിച്ചാണ് യാക്കോബ് സംസാരിക്കുന്നത്. മാർട്ടിൻ ലൂതർ അങ്ങനെ പറഞ്ഞു. Usually we remember only the negative statements. We often don't remember the positive statements. പലപ്പോഴും നല്ല കാര്യങ്ങൾ നമ്മൾ മറന്നുപോകും, നല്ലതല്ലാത്ത കാര്യങ്ങളാണ് നമ്മൾ പലപ്പോഴും ഓർമ്മയിൽ വെക്കാറുള്ളത്. Another thing is how, as I mentioned earlier, about his negative things, how he contradicted or seemingly contradicted with what Paul was talking about. ഈ ഗ്രന്ഥത്തിൽ പൗലോസ് പുസ്തകത്തിൽ രേഖപ്പെടുത്തിയതിന് വിപരീതമായിട്ട് എന്താണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് നോക്കാം. Where Paul was speaking about justification by faith alone. റോമലേഖനം 3-ാം അധ്യായത്തിൽ വിശ്വാസത്താൽ മാത്രമേ രക്ഷയുള്ളൂ എന്ന് നമ്മൾ വായിക്കുന്നു. James talks about in chapter 2 that you are justified by works and not faith alone. യാക്കോബിലെ 2-ാം അധ്യായത്തിൽ നീതീകരണം അത് വിശ്വാസത്താൽ മാത്രമല്ല പ്രവൃത്തിയും കൂടെ വേണം എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. So there was a seemingly contradiction. That is why it was added quite late. അതുകൊണ്ട് അവിടെ ആ വൈരുദ്ധ്യം നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ടാണ് ഈ ഗ്രന്ഥം വാസ്തവത്തിൽ ഏറ്റവും അവസാനം ഈ ദൈവശാസ്ത്രീയമായ ഗ്രന്ഥങ്ങളുടെ കൂട്ടത്തിൽ നമ്മൾ എടുക്കാനായിട്ട് ഇടയായത്. So our salvation, I know it's coming in chapter 2, but I want to clear the doubt when we start itself, the whole question about faith, salvation by faith or salvation by works. ഈ കാര്യങ്ങൾ 2-ാം അധ്യായത്തിലാണ് വരുന്നതെങ്കിലും ആദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, വിശ്വാസത്താലുള്ളതായിരിക്കുന്ന രക്ഷയും അതുപോലെ പ്രവൃത്തിയും കൂടെ വേണം എന്നുള്ളതായിരിക്കുന്ന യാക്കോബ് ലേഖനത്തിൽ കാണുന്ന അത് തമ്മിലുള്ളതായിരിക്കുന്ന ബന്ധം. This was actually not contradicting, but actually complementing. ഇത് വൈരുദ്ധ്യമല്ല, ഇത് ഒന്നിനോട് ചേർന്ന് പോകുന്നതാണ്. Why do I say that? എന്തുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്? Paul and James were actually countering different kinds of issues based on their background. They were handling different issues behind them.
പൗലോസും യാക്കോബും വളരെ വ്യത്യസ്തമായിരിക്കുന്ന വിഷയങ്ങളെയാണ് കൈകാര്യം ചെയ്യുന്നത്. If you see in Romans and Galatians, what Paul was addressing was he was addressing the Jews, he was even addressing them based on their salvation, which was based on works. വാസ്തവത്തിൽ റോമാലേഖനത്തിൽ ഗലാത്യ ലേഖനത്തിലൊക്കെ പൗലോസ് യഹൂദന്മാരോട് സംസാരിക്കുമ്പോൾ അവരുടെ രക്ഷ പ്രവൃത്തിയാൽ എന്നതിനെയാണ് താൻ എതിർക്കുന്നത്. Because they believed that the law was true and they had to fulfill the law, which is actually works. So they believed their salvation would come only through works by following the law. That is how they would be saved. അവർ വിശ്വസിച്ചിരുന്നത് ന്യായപ്രമാണം അതെങ്ങനെയാണ് നിർവഹിക്കപ്പെടുന്നത് നമ്മുടെ പ്രവൃത്തിയാല. അപ്പൊ പ്രവൃത്തി കൂടാതെ രക്ഷ പ്രാപിപ്പാൻ കഴിയുകയില്ല എന്ന് യഹൂദന്മാർ ആ നാളുകളിൽ വിശ്വസിച്ചിരുന്നു. And that is what you find in Romans and Galatians, where he focuses on the point of justification by faith alone. അതുകൊണ്ടാണ് അപ്പോസ്തലൻ പൗലോസ് റോമാലേഖനത്തിലും ഗലാത്യ ലേഖനത്തിലും വിശ്വാസത്താൽ മാത്രമേ നമുക്ക് നീതീകരിക്കപ്പെടുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ എന്ന് താൻ അടിവരയിട്ട് ഉറപ്പിച്ച് പറഞ്ഞത്. But when James is writing this, he's writing again to the Jews, but these Jews who knew what was right, who are justified by faith, they were not showing that in action. എന്നാൽ യാക്കോബ് ലേഖനം എഴുതിയപ്പോൾ വാസ്തവത്തിൽ യഹൂദന്മാർ അവർക്ക് വിശ്വാസത്താലുള്ള രക്ഷയെക്കുറിച്ച് അറിയാമായിരുന്നു. പക്ഷേ ആ വിശ്വാസത്താലുള്ള രക്ഷ അവർക്ക് എങ്ങനെ പ്രവൃത്തി പഥത്തിൽ കൊണ്ടുവരുവാൻ കഴിയും എന്ന് അവർക്ക് അറിഞ്ഞുകൂടായിരുന്നു. They were not walking the talk. അവര് പറയുന്നത് പോലെ അല്ല അവർ പ്രവർത്തിക്കുന്നത്. They were not practicing what was preached. അവർ പ്രസംഗിക്കുന്നതല്ല അവരുടെ പ്രവൃത്തിയിലുള്ളത്. That is why their works were not showing what they were talking about. അതുകൊണ്ടാണ് അവരുടെ പ്രവൃത്തി അവരെന്തു പറയുന്നു അത് അവരുടെ പ്രവൃത്തിയിൽ കാണുവാനായിട്ട് സാധ്യമാകാതെ ഇരുന്നത്. Another, if you look at the background from where Paul is coming and from where James is coming, പൗലോസ് if you see the background where from Yeah. Paul is coming and from James is coming, യാക്കോബ് വന്നതായിരിക്കുന്ന തന്റെ ബാക്ക്ഗ്രൗണ്ടും പൗലോസിന്റെ ബാക്ക്ഗ്രൗണ്ടും നമ്മൾ നോക്കിയാൽ the headquarters of the Paul and Barnabas was back in Antioch. പൗലോസിന്റെ ബർന്നബാസിന്റെയും അവരെ അയച്ചത് അന്ത്യോക്യയിൽ നിന്നാണ്. So it was all based on grace alone and by faith alone. അത് വിശ്വാസത്താലും കൃപയാലും മാത്രമായിരുന്നു അവരെ ആ വേലയ്ക്കായിട്ട് തിരഞ്ഞെടുത്തത്. But James and Peter was headquartered back in Jerusalem. എന്നാൽ പത്രോസും യാക്കോബും അവര് യെരുശലേമിലായിരുന്നു അവരുടെ ആസ്ഥാനം. And there they talked more about works. If you see in 2 Peter also, 2 Peter is giving a lot of emphasis on works. അതുകൊണ്ടാണ് അവരെ പ്രവൃത്തി എന്ന വിഷയത്തെക്കുറിച്ച് പത്രോസും യാക്കോബും കൂടുതലായിട്ട് പറയുവാനായി ഇടയായത്. When Paul was talking about works before conversion did not have any value. പൗലോസ് പറയുന്നു നമ്മള് രക്ഷയെങ്കിലേക്ക് വരുന്നതിന് മുമ്പുള്ളതായിരിക്കും നമ്മുടെ പ്രവൃത്തികൾക്ക് യാതൊരു വിലയുമില്ല. James is talking about works that follows conversion, which was valuable. എന്നാൽ യാക്കോബ് പറയുന്നത് നാം രക്ഷിക്കപ്പെട്ട ശേഷമുള്ളതായിരിക്കും നമ്മുടെ പ്രവൃത്തി, അത് വളരെ വിലയുള്ളതാണ്. So how are we saved? അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് നാം രക്ഷ പ്രാപിക്കുന്നത്? By faith or by works? രക്ഷ വിശ്വാസത്താലോ പ്രവൃത്തിയാലോ? We are saved. നാം രക്ഷിക്കപ്പെട്ടു by faith alone. നാം വിശ്വാസത്താൽ മാത്രം. Through grace alone. നാം കൃപയാൽ. Through Christ alone. ക്രിസ്തുവിലൂടെ മാത്രം. So what he meant in just to summarize in few words, ഇത് നാം ഒന്ന് ചുരുക്കി പറഞ്ഞാൽ, we are not saved by good works. നാം നല്ല പ്രവൃത്തിയാൽ അല്ല നാം രക്ഷിക്കപ്പെട്ടത്. But we are saved for good works. എന്നാൽ നല്ല പ്രവൃത്തിക്ക് വേണ്ടിയാണ് നാം രക്ഷ പ്രാപിച്ചത്. If you see Ephesians 2 verses 10, it talks about how God has made us his workmanship or his masterpiece. നാം എഫെസ്യർ 2 അധ്യായത്തിൽ ദൈവം നമ്മെ തന്റെ കൈപ്പണിയായി എങ്ങനെ സൃഷ്ടിച്ചു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. So that he has created you for good works. You being his masterpiece, you being his workmanship, he's been created so that you would do good works. നാം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൈപ്പണിയായി അവന്റെ നല്ല സൃഷ്ടിയായിട്ട് നാം സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് നാം നല്ല കാര്യങ്ങൾ ചെയ്യുവാനായിട്ട്, നന്മ ചെയ്യുവാനായിട്ടാണ് നമ്മെ ദൈവം തിരഞ്ഞെടുത്തത്. So, but Ephesians 2 again talks about faith, and by grace that is how you are justified. That is how you are saved. നാം എഫെസ്യർ 2 അധ്യായത്തിൽ നാം എങ്ങനെയാണ് വിശ്വാസത്താൽ രക്ഷ പ്രാപിക്കുന്ന വിഷയത്തെക്കുറിച്ച് വീണ്ടും അവിടെ അപ്പോസ്തലൻ പറയുന്നു. Another statement that I found which is good summary about this whole thing. ഇതിനെക്കുറിച്ചുള്ളതായിരിക്കുന്ന വേറൊരു
സമ്മറി എനിക്ക് കാണാൻ കഴിഞ്ഞത്, works is not conditional for salvation, രക്ഷയ്ക്ക് പ്രവൃത്തി ഒരു അടിസ്ഥാനമല്ല, nor merely consequential to not consequential to salvation. എന്നാൽ അതുപോലെ രക്ഷയുടെ ഒരു 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 അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഒരു വിഷയവുമല്ല, but constitutional to salvation. എന്നാൽ രക്ഷയിൽ അടങ്ങിയിരിക്കുന്നതായിരിക്കുന്ന ഒരു വസ്തുതയാണ് So it is പ്രവൃത്തി not, എന്ന് പറയുന്നത്. works is not a condition to be saved. It is not an outcome to become, but it is a part of your salvation. പ്രവൃത്തി എന്ന് പറയുന്നത് നാം രക്ഷ പ്രാപിക്കുന്നതിന് ഒരു മുഖാന്തരമല്ല, അതിൽ നിന്ന് വരുന്ന ഒരു കാര്യവുമല്ല, പക്ഷെ വാസ്തവത്തിൽ രക്ഷയുടെ ഒരു ഭാഗം തന്നെയാണ് പ്രവൃത്തി എന്ന് പറയുന്നത്. So it's actually two sides of the same coin, because once you are saved, you will have works. നാം രക്ഷ പ്രാപിച്ചെങ്കിൽ, രക്ഷിക്കപ്പെട്ടെങ്കിൽ നാം പ്രവർത്തിക്കും. Moving on. The main topics, just to summarize, the main topics which is covered from chapter 1 to 5 is trials, faith, speech, and tongue, wisdom, and pride. The major topics covered in the book of James. ഈ യാക്കോബിൻ ലേഖനം 1 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ നോക്കിയാൽ അവിടെ പരീക്ഷകളുണ്ട്, വിശ്വാസമുണ്ട്, നമ്മുടെ വാക്കുകള്, നമ്മുടെ നാവിനെ കുറിച്ചുണ്ട്, പരിജ്ഞാനത്തെ കുറിച്ചുണ്ട്, പ്രാർത്ഥനയെ കുറിച്ചൊക്കെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. These are general topics which are covered in the book of James. അതാണ് സാധാരണഗതിയിൽ ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന വിഷയങ്ങൾ. You can go and see a detailed explanation about the different topics in the book of James. എന്നാൽ ഇതിന്റെ കുറച്ചുകൂടെ കൂടുതൽ ഇതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ നമുക്ക് യാക്കോബ് ലേഖനത്തിൽ കാണുവാനായിട്ട് സാധിക്കും. If you look at book of James chapter 1, it's actually introduction. It's talking about not a specific topic, but it talks about, in summary, a lot of key words about what he's talking from chapter 2 to chapter 5. യാക്കോബ് ലേഖനം 1-ാം അധ്യായത്തിൽ അവിടെ ഒരു പ്രത്യേക വിഷയമല്ല, 2-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ടുള്ളതായ ചില താക്കോൽ വാക്കുകൾ നമുക്ക് 1-ാം അധ്യായത്തിൽ കാണുവാനായിട്ട് സാധിക്കും. In chapter 1, he talks about life is hard. ഒന്നാമത്തെ അധ്യായത്തിൽ ഈ ജീവിതം വളരെ പ്രയാസമുള്ളതാണ് എന്ന് താൻ പറയുന്നു. He talks about to count it all joy when you go through trials and troubles. നാം അങ്ങനെയുള്ളതായിരിക്കുന്ന പരീക്ഷകൾ കടന്നു പോകുമ്പോൾ അത് സന്തോഷമെന്ന് എണ്ണുവാനായിട്ട് നമ്മോട് ആവശ്യപ്പെടുകയാണ്. Then he talks about wisdom that you need to have. നമുക്ക് ആവശ്യമായിരിക്കുന്ന പരിജ്ഞാനത്തെ കുറിച്ച് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നു. He talks about being able to face situations when you during poverty. നമ്മുടെ ധനമില്ലാത്തതായിരിക്കും നമ്മുടെ ക്ഷാമത്തിന്റെ സമയത്ത് how you can be happy even in poverty. നമ്മുടെ അങ്ങനെയുള്ള സമയത്ത് നമുക്ക് എങ്ങനെ സന്തോഷിക്കുവാനായിട്ട് കഴിയും. And also when you have surplus. അതുപോലെ തന്നെ നമുക്ക് ധാരാളം ആയിട്ട് നാം ഇരിക്കുമ്പോഴും എങ്ങനെ നമുക്ക് സന്തോഷിക്കുവാനായിട്ട് സാധിക്കും. And he talks about and goes and says in chapter 1 that don't blame God for that, but count it all joy and understand that finally you will get the crown of life. അതുകൊണ്ട് 2-ാം അധ്യായത്തിൽ പറഞ്ഞു, അതിന്റെയൊക്കെ കാര്യങ്ങൾ നമ്മൾ കർത്താവിൽ അല്ല നമ്മൾ ആരോപിക്കേണ്ടത്, നമുക്ക് അതിന്റെ പ്രതിഫലം നമുക്ക് ലഭിക്കുവാനായിട്ട് പോകുകയാണ്. And finally he closed chapter 1 saying that finally just go and do it. അതുകൊണ്ട് 1-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ പറയുന്നു, നീ ചെന്ന് അത് ചെയ്യുക. But if you see from chapter 2 to chapter 5, we find some topics that he's dealing with. 2-ാം അധ്യായം മുതൽ 5-ാം അധ്യായം വരെ he's talking about favoritism, love, genuine faith. അത് അവിടെ മറ്റുള്ളവർക്ക് നമ്മള് ഒരാൾക്ക് നമ്മൾ കൂടുതൽ വില കൊടുക്കുക, സ്നേഹം, അതുപോലെ തന്നെ ശരിയായ വിശ്വാസം, your tongue, true wisdom. I'll just run through that. Yeah. So these are different topics that are taken. We'll see that in detail as we go through. നമ്മൾ ഇങ്ങനെ അനേക കാര്യങ്ങൾ അവിടെ രേഖപ്പെടുത്തിയിട്ടുള്ള ആ കാര്യങ്ങൾ നമ്മൾ ഈ പുസ്തകം പഠിക്കുമ്പോൾ നമുക്ക് പോകുവാനായിട്ട് സാധിക്കും. Yeah. The main influences of the book of James was inspired by two things. One was by Jesus teaching mainly from the Sermon on the Mount. ഈ യാക്കോബിൻ ലേഖനത്തിൽ 2 പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യങ്ങൾ, ഒന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ ഗിരിപ്രഭാഷണം തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. And also the book of Proverbs, especially chapter 1 to chapter 9. ഒരുപക്ഷെ പ്രോവേർബ്സിന്റെ പുസ്തകം സദൃശവാക്യം 1 മുതൽ 9 വരെയുള്ള അധ്യായങ്ങൾ
അതും തന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. If you see Matthew 5 to 7, he's taking almost 15 illustrations from those three chapters. മത്തായിയുടെ സുവിശേഷം 5-ാം അധ്യായം മുതൽ 9-ാം അധ്യായം വരെയുള്ളതായിരിക്കുന്ന ഭാഗങ്ങളിൽ നിന്ന് 15 കാര്യങ്ങൾ യാക്കോബ് ഈ ലേഖനത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. He was also a critic. That is how he started. താൻ കാര്യങ്ങളെ വിമർശിക്കുന്ന ഒരു വ്യക്തിയും കൂടെയായിരുന്നു. Because he never believed in Jesus Christ being his half brother. താൻ കർത്താവായ യേശുക്രിസ്തു ജീവിച്ചിരുന്ന കാലത്ത് താൻ ഒരു കാലത്തും കർത്താവായ യേശുക്രിസ്തു വിശ്വസിച്ചിരുന്നില്ല. Just imagining living with a brother who was perfect in every way. You could not fight with him. He could never be wrong, and he lived with that perfect brother. താൻ ജീവിച്ചപ്പോ തന്റെ കൂടെയുള്ള തന്റെ സഹോദരൻ കർത്താവായ യേശുക്രിസ്തു പൂർണ്ണതയുള്ള വ്യക്തി ആയിരുന്നു. അങ്ങനെയുള്ള ഒരാളോട് ജീവിക്കുന്നതിന്റെ പ്രയാസം തീർച്ചയായിട്ടും നമുക്കറിയാം. I would just imagine if Mary would have a situation wherein James or any of the brothers came with Jesus. Mary didn't have to ask Jesus what was wrong because he always knew Jesus was always right. ഏതെങ്കിലും പ്രശ്നവുമായിട്ട് ഇവര് വന്ന് മറിയയുടെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞാൽ മറിയക്കറിയാൻ കർത്താവ് ഒരു കാലത്ത് ഒരു തെറ്റും ചെയ്തിട്ടുണ്ടാവുകയില്ല, ഇവരായിരിക്കും തെറ്റ് ചെയ്തത് എന്നുള്ളത് മറിയക്ക് തീർച്ചയായിട്ടും അറിയാം. So you can imagine what hatred he would have in his mind. അതുകൊണ്ട് യാക്കോബ് കർത്താവിനെ എത്രയധികം വെറുത്തിരുന്നു എന്നുള്ളത് നമുക്ക് ചിന്തിക്കാനായിട്ട് സാധിക്കും. He criticized Jesus, saying when he had people coming in, there was a lot of commotion there. He criticized Jesus, saying that, why are you sitting here and preaching here? Go to Judea, make yourself known to others. Why are you sitting here? കർത്താവായ യേശു ക്രിസ്തു താൻ ഇങ്ങനെ വിമർശിക്കുകയുണ്ടായി, നീ എന്തിനാ ഇവിടെ ഇരുന്ന് നമ്മോട് ആൾക്കാരുടെ നീ ജൂദിയയിലേക്ക് പോയി, യഹൂദയിലേക്ക് പോയി അവിടെ സംസാരിക്കേണ്ട കർത്താവിനോട് താൻ ആവശ്യപ്പെടുകയാണ്. Even you see Mary and the other brothers, they even questioned his sanity at a certain point of it. There is something wrong with him. Let us go and take custody of him. What you read in Mark chapter 3. Custody of Jesus. Let's go and take custody of him because he questioned his sanity altogether. അതുകൊണ്ട് യാക്കോബിന് കർത്താവായ യേശു ക്രിസ്തു താൻ ഒരു ശരിയായ മനസ്സിലാണോ താൻ ഉള്ളത് എന്നുള്ളത് കൊണ്ട് അവനെ പിടിച്ചെടുക്കണം, അവനെ നമ്മൾ എടുക്കണം എന്ന് താൻ പറയുകയുണ്ടായി. But all of that changed at a later point of time. എന്നാൽ ഇതെല്ലാം പിന്നീട് ഒരു സമയത്ത് തന്റെ ജീവിതത്തിൽ മാറുവാനിടയായി. It happened at the point when he saw the resurrected Christ. അത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റ് കഴിഞ്ഞപ്പോ അതിലൊക്കെ ഒരു വ്യത്യാസം യാക്കോബിന് അനുഭവിക്കാനിടയായി. In 1 Corinthians 15 verse 7, where it specifically says that he appeared to James, Cephas and the other apostles. നമ്മള് കൊരിന്ത ലേഖനത്തിൽ അവിടെ കേഫാവിനും അതുപോലെ യാക്കോബിനും കർത്താവ് പ്രത്യക്ഷനായ കാര്യത്തെക്കുറിച്ച് നാം വായിക്കുന്നുണ്ട്. And later we find in the Acts of Apostles chapter 1, when after Jesus' ascension, that Mary, the mother of Jesus, and his brothers all were there in the upper room waiting till the day of Pentecost. അത് കർത്താവായ യേശു ക്രിസ്തു ഉയർത്തെഴുന്നേറ്റതിനു ശേഷം പെന്തക്കോസ്ത് നാളിനായിട്ട് മറിയയും തന്റെ സഹോദരന്മാരും മാളിക മുറിയിൽ കൂടിയതായിട്ട് നമ്മൾ 1-ാം അധ്യായത്തിൽ വായിക്കുന്നു, പ്രവൃത്തികളുടെ പുസ്തകം. Also James, when he opens the book, he says that he is a servant of the Lord Jesus. അതുപോലെ 1-ാം അധ്യായം യാക്കോബ് ആരംഭിക്കുന്നത് തന്നെ കർത്താവായ യേശുക്രിസ്തു ദാസൻ എന്ന നിലയിലാണ്. So he addresses himself as a servant of the Lord Jesus Christ. അവൻ തന്നെ പറയുന്നത് കർത്താവായ യേശുക്രിസ്തുവിന്റെ ദാസൻ എന്നാണ്. Not just servant, he says bond servant. അവിടെ താൻ ഒരു അടിമയായിട്ടാണ്, അവിടെ വിൽക്കപ്പെട്ട അടിമയായിട്ടാണ് തന്നെ താൻ പറയുന്നത്. Jude, when he writes the book of Jude, again half a brother of Jesus, mentioned as Jesus as Jude as the brother of Jesus also. അവിടെ യൂദ ലേഖനം എഴുതുമ്പോ താനും കർത്താവായ യേശുക്രിസ്തുവിന്റെ അർത്ഥ സഹോദരനാണ്. താൻ എഴുതുമ്പോ താൻ കർത്താവിന്റെ സഹോദരൻ എന്ന വിഷയം താൻ യൂദ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. But here we find a James who's humble, who has no reference to his family ties of who his half brother was. എന്നാൽ ഇവിടെ യാക്കോബ് താൻ ലേഖനം എഴുതുമ്പോ കർത്താവുമായിട്ടുള്ള യാതൊരു ബന്ധവും താൻ രേഖപ്പെടുത്തുന്ന വളരെ എളിമ നമുക്ക് തന്നിൽ കാണുവാനായിട്ട് സാധിക്കും. He gave a lot of importance to the welfare of the poor. പാവങ്ങളുടെ ക്ഷേമം തന്നെ സംബന്ധിച്ച് വലിയ വിഷയമായിരുന്നു. Paul was someone who had got advice from James. We find that in chapter 21 of Acts.
പ്രവൃത്തികളുടെ ദിവസം 21-ാം അധ്യായത്തിൽ പൗലോസിന് യാക്കോബിനാൽ ചില അഡ്വൈസ് ലഭിച്ചതായിട്ട് നാം കാണുന്നുണ്ട്. We find James as a pillar. യാക്കോബ് ഒരു നെടുതൂണായിട്ട് നമ്മൾ വായിക്കുന്നുണ്ട്. In James chapter 1, verse 18 and 19, where it says that when everyone left who remained there in Jerusalem, James remained there. ഏതില്ല? No, in James, when everyone left, we find that in James. But when everyone left, who remained there was James. അവിടെ യെരൂശലേമിൽ നിന്ന് എല്ലാവരും പോയി. പക്ഷേ അവിടെ കർത്താവിന് വേണ്ടി നിലനിന്നതായിരിക്കുന്ന ഒരു വ്യക്തി യാക്കോബാണ്. When everyone left for mission work and went to other places, James remained in Jerusalem. മറ്റുള്ളവർ ഈ സുവിശേഷവുമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ കടന്നുപോയപ്പോ അവിടെ യാക്കോബ് യെരൂശലേമിൽ തന്നെ അവൻ താമസിക്കുവാനായിട്ട് ഇടയായി. He is referred as the pillar along with Peter and John. അവിടെ പത്രോസും യോഹന്നാനോടും ചേർന്ന് തന്നെയും ഒരു തൂണായിട്ട് തന്നെ കുറിച്ച് നമ്മൾ ഗലാത്യ ലേഖനത്തിൽ വായിക്കുന്നു. When Peter escapes from the jail, when the angel comes, he goes to meets Rhoda and the people in the house pray, and he specifically tells them, inform this to James. So how important James had a role in the church. പത്രോസ് ജയിലിൽ നിന്ന് മോചിതനായി രോദയുടെ ഒക്കെ അടുത്ത് ചെല്ലുമ്പോ അവിടെ പ്രത്യേകമായിട്ട് പറയുന്നുണ്ട് യാക്കോബിനോട് ഈ കാര്യം പറയണം എന്ന്. Another very important factor, we see the Jerusalem Council, what happens in Acts chapter 15. അവിടെ യെരൂശലേം കൗൺസിലിൽ അവിടെ നമ്മൾ പ്രവൃത്തികളുടെ പുസ്തകം 15-ാം അധ്യായത്തിൽ പ്രത്യേക കാര്യം കാണുന്നത്, there's a conversation between there you have Peter, you have the apostles, you have Paul, and all there where Paul is giving an argument, an issue there. Here at that council, the Jerusalem council, the chairperson or the moderator there was James, even when the apostles and Paul and the others were there. അവിടെ പൗലോസും പത്രോസും മറ്റ് അപ്പോസ്തലന്മാരും നിന്നുകൊണ്ട് പത്രോസ് ഒരു പ്രത്യേക കാര്യം പറയുമ്പോ ആ മീറ്റിങ്ങിനെ നിയന്ത്രിച്ചിരുന്നത് യാക്കോബായിരുന്നു. So he says, brethren, listen to me, and then he goes on to explain that. അവിടെ എന്നെ ശ്രദ്ധിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് താൻ കാര്യങ്ങളെ അവിടെ അവതരിപ്പിക്കുകയാണ്. He was someone who was served for 30 long years and was found blameless. That is why he could stay as a moderator when you find divisions in issues. He was a person who stood neither on this side nor on that side. താൻ 30 വർഷത്തോളം താൻ കർത്താവിന്റെ പക്ഷത്ത് നിന്നതുകൊണ്ടാണ്, താൻ ആരുടെയും പക്ഷം പിടിക്കാതെ കർത്താവിനോട് നിന്നതുകൊണ്ടാണ് തനിക്ക് ഈ ജെറുസലേം കൗൺസിലില് തനിക്ക് അതിന്റെ മോഡറേറ്റർ ആയിട്ട് ഇരിക്കുവാനായിട്ട് സാധിച്ചത്. Some other names about James. യാക്കോബിന്റെ മറ്റ് ചില പേരുകൾ, he was called as a righteous and a just, the just. James the just. യാക്കോബ് നീതിമാൻ, ജസ്റ്റ് എന്ന്, അതുപോലെ തന്നെ he is righteous, അവൻ righteous and just almost the same thing in I think in Malayalam. So that is another name that you find of James. Another interesting name I was seeing about him is he was called as old camel knees. പഴയ ക്യാമലിന്റെ ഒട്ടകത്തിന്റെ മുഴങ്കാൽ. Yeah. So why he was called old camel knees? Because he was a man of prayer. എന്തുകൊണ്ടെന്നാൽ താൻ ഒരു വലിയ പ്രാർത്ഥനാ വീരനായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ. So he had a callus on his leg, like you see the camels were always on their knees in the desert. So he had callus on his knees, so because of his long hours of prayer that he would have. അവൻ അനേക മണിക്കൂറുകൾ പ്രാർത്ഥിക്കുന്നതുകൊണ്ട് അവന്റെ കാലില് വാസ്തവത്തിൽ തഴമ്പ് ഉണ്ടായിട്ടുണ്ടായിരുന്നു. So that is just a summary about James and who he was all about. അതാണ് യാക്കോബിനെ കുറിച്ച് താൻ ആരാണ് എന്നുള്ളതിന്റെ ഒരു ചെറിയ സംക്ഷിപ്തം. If we see the end of James, who happened in AD 62. AD ക്രിസ്തുവർഷം 62-ൽ യാക്കോബിന്റെ അവസാനം നമ്മൾ നോക്കിയാൽ, this was during the time of Herod Agrippa II. ഹെരോദ് അഗ്രിപ്പ രാജാവിന്റെ കാലഘട്ടത്തിലായിരുന്നു അത്. Where the high priest was Ananias. ആയിരുന്നു അന്നത്തെ മഹാപുരോഹിതൻ. And he determined to kill James because of he was spreading the word and giving out the word to others. മറ്റുള്ളവരോട് സുവിശേഷം അറിയിക്കുന്നത് കൊണ്ട് യാക്കോബിനെ കൊല്ലണം എന്നുള്ളത് അനന്യാസിന് വളരെ വളരെ പ്രധാനമായിരുന്നു. So Josephus records this like this. യോസഫസ് അതുകൊണ്ട് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു. He was called out to the temple, put on the top of the temple, and there he was told
to say against his own Christ. അവിടെ ദേവാലയത്തിന്റെ അഗ്രത്തിന്മേൽ അവനെ കൊണ്ടു നിർത്തിയിട്ട് അവനോട് പറഞ്ഞു, നീ കർത്താവിന് എതിരായിട്ട് സംസാരിക്കണം. And there was James preaching the gospel from the temple top. അതുകൊണ്ട് എന്നാൽ യാക്കോബ് ആ ദേവാലയത്തിന്റെ അഗ്രത്തിൽ നിന്നുകൊണ്ട് താൻ സുവിശേഷം അറിയിക്കാനുണ്ടായത്. And seeing that, he was pushed from the temple top down and he fell down and his legs broke. അത് കണ്ടിട്ട് അവനെ ആ അഗ്രത്തിൽ നിന്ന് തള്ളി താഴേക്കിട്ടു, തന്റെ കാൽ ഒടിയുവാനായിട്ട് ഇടയായി. Then they started stoning him. അത് കഴിഞ്ഞിട്ട് അവർ കല്ലെറിഞ്ഞു. Then a soldier comes from behind and throws a big hammer back over his head and brains all comes all out. അവന്റെ ദേഹത്ത് വലിയ ഒരു ഹാമർ എടുത്തിട്ട്, ഒരു ചുറ്റിക എടുത്തിട്ടു അവന്റെ ശരീരത്തിൽ നിന്ന് എല്ലാ ഭാഗങ്ങളും വെളിയിലേക്ക് വരുവാനായിട്ട് ഇടയായി. Even during this time of persecution, he was praying that forgive them, for they did not know what they do. ഈ വലിയ പീഡനത്തിന്റെ സമയത്തിൽ യാക്കോബ് പ്രാർത്ഥിച്ചു, ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയായിക്കൊണ്ട് ഇവരോട് ക്ഷമിക്കണമേ. Exactly what Stephen said. അതാണ് സ്തെഫാനോസും പറയുവാനിടയായത്. Exactly what our Jesus Christ also said. അത് തന്നെയാണ് നമ്മുടെ കർത്താവും പറയുവാനായിട്ട് ഇടയായത്. He knew that his elder brother was the Lord and Savior Jesus Christ. തനിക്കറിയാമായിരുന്നു തന്റെ ജ്യേഷ്ഠ സഹോദരൻ യഥാർത്ഥത്തിൽ കർത്താവായ യേശു ക്രിസ്തു താൻ തന്നെയാണ്. The story which comes to my mind when I say elder son and the younger son is always the prodigal son. ഈ ജ്യേഷ്ഠനും അനിയ സഹോദരന്മാരെ കുറിച്ച് ഓർക്കുമ്പോൾ ഞാൻ മുടിയൻ പുത്രന്റെ കഥയാണ് ഞാൻ എപ്പോഴും ഓർക്കാറുള്ളത്. When we always remember the story of the prodigal son, why did the elder son have a problem when his younger brother came back? ഈ ഇളയ സഹോദരൻ തിരിച്ചു വന്നപ്പോ എന്തുകൊണ്ടാണ് മൂത്ത സഹോദരന് ഒരു പ്രശ്നം ഉണ്ടാകാൻ കാരണമായത്? Because whatever the younger son had was lost and dusted. There was nothing left. So all that he had was what was part of what the elder brother had. ഈ മൂത്ത സഹോദരന്റെ പ്രശ്നം ഇളയ സഹോദരൻ തനിക്കുള്ള എല്ലാം നഷ്ടമാക്കി, എല്ലാം നശിപ്പിച്ചു. ഇനി അവൻ എന്തെങ്കിലും ചെയ്താൽ അതെല്ലാം വാസ്തവത്തിൽ മൂത്ത സഹോദരന്റെ അവനുള്ളതായിരിക്കും വീതത്തിൽ നിന്ന് അവൻ ചെയ്യുവാനായിട്ട് സാധ്യമാകുകയുള്ളൂ. So that is why the elder son had a problem. അതായിരുന്നു മൂത്ത സഹോദരന്റെ പ്രശ്നം. But here was a younger son or younger brother who understood an elder brother who cared for him, who gave his life for him, and nothing else mattered but his sacrifice. Even if I have to die for him, I will do that. And that is all that matters in my life. എന്നാൽ ഇവിടെ ഒരു ഇളയ സഹോദരൻ തനിക്ക് മനസ്സിലായി തന്റെ മൂത്ത സഹോദരൻ തനിക്ക് വേണ്ടി മറ്റുള്ളവർക്ക് വേണ്ടി തന്റെ ജീവനെ കൊടുത്തു. ഇനി എനിക്ക് ഇളയ സഹോദരൻ ചെയ്യുവാൻ കഴിയുന്നത് എന്റെ ജീവനെ ആ സഹോദരന് വേണ്ടി കൊടുക്കുക എന്നുള്ളതാണ്. That is why in chapter 1, verse 1, he says bond servant, which he means in Greek doulos. അതുകൊണ്ടാണ് ഒന്നാം അധ്യായത്തിന് ഒന്നാം വാക്യത്തിൽ ഡ്യൂലോസ് അഥവാ ദാസൻ, ഒരു വിൽക്കപ്പെട്ടതായിരിക്കുന്ന ഒരു അടിമ എന്ന നിലയിൽ ഇവിടെ തന്നെ താൻ സംബോധന ചെയ്യുന്നത്. He is a slave to the Lord Jesus Christ. താൻ കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു അടിമയാണ്. What is the word in Lord in Greek? It says curios. ക്യൂരിയോസ് എന്ന വാക്കാണ് കർത്താവ് എന്നതിന് നമുക്ക് ഗ്രീക്കിൽ കാണുവാനായിട്ട് സാധിക്കും. Which means master. അതിന്റെ അർത്ഥം ഉടമസ്ഥൻ എന്നാണ്. We see here the word Lord, but it means master. ഇവിടെ നമ്മൾ കർത്താവ് എന്ന് കാണുന്നു, അതിന്റെ അർത്ഥം വാസ്തവത്തിൽ ഉടമസ്ഥൻ എന്നാണ്. He says not just Lord, he says the Lord Jesus Christ. അവിടെ ഏതെങ്കിലും ഒരു ദൈവം, ഏതെങ്കിലും ഒരു കർത്താവ് എന്നല്ല, കർത്താവായ യേശുക്രിസ്തു ഒരു പ്രത്യേക വ്യക്തിയെയാണ് താൻ അഭിസംബോധന So what mattered here was not he was his brother, but he was the slave of the master who was the Lord and Savior Jesus Christ, who was God. അവൻ കേവലം തന്റെ സഹോദരന്റെ മാത്രമല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഒരു അടിമയാണ് താൻ. I know it was a bit fast, but I think we got the crux of what this whole book is all about. ഈ പുസ്തകത്തിന്റെ ഒരു വിവരണം നമുക്ക് കിട്ടി എന്ന് വിചാരിക്കുകയാണ്. Just want to close with one statement. ഒരു കാര്യം കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. Charles Spurgeon said that sitting at the feet of Jesus must lead to following in the footsteps of Jesus Christ. നാം കർത്താവായ യേശുക്രിസ്തു പാദത്തിൽ ഇരുന്നാൽ അത് കർത്താവായ യേശുക്രിസ്തുവിന്റെ അടികളെ നമുക്ക് പിന്തുടരുവാനായിട്ട് അത് ഇടയാക്കും. May the study help us to not just learn a lot of things sitting at the feet of Jesus. കർത്താവായ യേശുക്രിസ്തുവിന്റെ കാൽപാദത്തിൽ ഇരുന്നുകൊണ്ട് ചില കാര്യങ്ങൾ ഈ പഠനത്തിലൂടെ നമുക്ക് നേടുവാനായിട്ട് കഴിയും എന്നുള്ളത് മാത്രമല്ല, but also to practice and the footsteps of our Lord and Savior Jesus Christ. എന്നാൽ അവന്റെ കാൽപാദങ്ങളിൽ, കാലടികളിൽ
നമുക്ക് ഈ കാര്യങ്ങൾ നാം പഠിക്കുന്നത് പ്രായോഗിക പദത്തിൽ കൊണ്ടുവരുവാനായിട്ട് നമുക്കിടയാകണം. May His name be glorified. അവന്റെ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. Thank you. താങ്ക് യു വെരി മച്ച്. വളരെയധികം വാസ്തവത്തിൽ വളരെയധികം